ഏതൊക്കെ കൺട്രീസിനാണ് ഇവിടുന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെ കേരളത്തിൽ നിന്നോ ഈ കോയർ പ്രോഡക്ട്സ് ഒക്കെ? കോയർ പ്രോഡക്ട്സ് ഒരുപാട് സ്ഥലത്ത് പോണ്. ചൈന പോണ്, സ്വിറ്റ്സർലാൻഡ് പോണ്, ദുബായ് പോണ്. Okay, all European countries, American countries, but it's not a coir product, it's a related product. ഈ കയർ എടുത്തിട്ട് നമ്മൾ മാട്രസ് ചെയ്യും, മീൻസ് ബ്ലൂ മാട്രസ്. ഒരുപാട് പിന്നെ ജിയോടെക്സ് ഒരുപാട് കയർ പോകുന്നുണ്ട്. പിന്നെ ഫോർ ഗ്രേപ്പ് ഗാർഡൻസിനൊക്കെ കയറൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ പോണത് ആൽപ്പിലെന്ത് ചേർത്തലെന്ത്. അത് ഇപ്പോ ഇവിടുന്ന് ഇത്ര പ്രോഡക്റ്റ് ഇല്ല, കാരണം ഇത്ര എക്സ്പോർട്ട് ആവാറില്ല ഇപ്പൊ ഈ ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു എന്താ പറയാ നേച്ചർ റിലേറ്റഡ് പ്രോഡക്റ്റ് ആണ് ഈ കൊയർ ആൻഡ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന റോപ്സ് ഒക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ നോർമലി ഗവൺമെന്റിൽ ഇപ്പൊ പറയുന്നത് പ്ലാസ്റ്റിക് നമുക്ക് പാടില്ല, പ്ലാസ്റ്റിക് അത്രയും പൊല്യൂട്ടഡ് ആണ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ശരിക്കും ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജൂട്ടിന്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതും അതൊക്കെ എല്ലാം നാച്ചുറൽ റിലേറ്റഡ് പ്രോഡക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മാനുഫാക്ചറിങ് ചെയ്യാനുള്ളത് മാത്രം നമ്മുടെ ഇന്ത്യയിൽ കപ്പാസിറ്റി ഉണ്ടോ? കപ്പാസിറ്റി പറഞ്ഞെങ്കിൽ എവിടെ ലേബർ ഉണ്ട് അവിടെ കപ്പാസിറ്റി ഉണ്ട്. ലേബർ ആണ് മെയിൻ. ലേബർ, വി ആർ ഓൾ ഡിപെൻഡന്റ് ഓൺ ലേബർ. യൂറോപ്യൻ കൺട്രീസിൽ അവിടെ നോക്കെങ്കിൽ ദേ ആർ ഓൾ ഡിപെൻഡന്റ് ഓൺ കമ്പ്യൂട്ടർ ആൻഡ് മെഷീനറീസ്. നമ്മ ഓക്കെ ഓൺലി ലേബറിൽ ഡിപെൻഡന്റ് ആണ്. നമ്മുടെ ഇപ്പൊ ഈ ലേബർ കിട്ടാതെ വരാനുള്ള കാരണം എന്താണ്? പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് പുതിയ സ്കീം വന്നു. இந்த പ്രൈം മിനിസ്റ്റർ ഗ്രാമീൺ ഉദ്യോഗ് സ്കീം വന്നു. ഡെയിലി മണ്ണ് വെട്ടുക്ക് இந்த ரோடு போனா 80 rupees 100 rupees കൂട്ടു പോണം. അപ്പൊ ആ ലേബർ എവിടെ നിന്ന് വന്നു? ഈ പ്രോഡക്റ്റ് ചെയ്യുന്ന ആളുകളാണ് പോണത്. അങ്ങനെ പറയാൻ ഒക്കില്ല. നമ്മ ഇവിടത്തെ ലേബർക്ക് സഫീഷ്യന്റ് ആണ് വർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കോയർ പ്രൊഡക്ട്സ് കന്യാകുമാരിയിലെ ഏറ്റവും മെയിൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് കോയർ. അപ്പൊ അത് കോയറിൽ എത്ര ലേബർ ഉണ്ട് അവർക്ക് സഫീഷ്യന്റ് ആണ് പണി കൊടുക്കാൻ. ഇവിടുത്തെ മാനുഫാക്ചറേഴ്സ്ക്ക് ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അപ്പോ ഇപ്പൊ ഈ ഗവൺമെന്റ് ഇത്ര സ്കീം ആക്കി അതിക്ക് മേലെ റേഷനിലെ അരിസി 1 രൂപ 2 രൂപ കിലോ ആക്കി. അപ്പൊ ഇങ്ങനത്തെ ലേബർ പ്രോബ്ലം വരുമ്പോൾ ഗവൺമെന്റിന് എന്തെങ്കിലും ഇതിനുള്ള ഒരു പരിപാടി ഒപ്പിച്ചാലേ നമ്മൾ ഇങ്ങനത്തെ ഇൻഡസ്ട്രീസ് ഒക്കെ നല്ല ഡെവലപ്മെന്റിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോ ഈ പ്രോഡക്റ്റ് ഈ ഗവൺമെന്റ് സ്കീം ഒക്കെ കുറച്ച് ഒരു ലിമിറ്റഡ് ആക്കിയെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സില് പ്രോബ്ലം ഇപ്പൊ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇത്ര ലേബർ പ്രോബ്ലം വന്ന് ഒരു സൈഡില് ചൈന ഒക്കെ ഫൈബർ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്ത് റേറ്റ് ഓഫ് ഇത് എന്ത് പറഞ്ഞ മാനുഫാക്ചർ റേറ്റ് കൂടിയിട്ട് പോകുന്നു. കൂടിക്കൊണ്ട് വരുമ്പോൾ പ്രോഡക്റ്റ് റേറ്റ് ഏറും. ലാസ്റ്റ് കസ്റ്റമർ ചേരുമ്പോൾ ഒന്നുക്ക് ഡബിൾ വിലയാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് ഇസ് മേക്കിംഗ് പീപ്പിൾ ഐഡൽ. എന്നുവെച്ചാൽ നിറയെ ബെനിഫിറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അവര് വർക്ക് ചെയ്യാൻ തന്നെ ഒരു വിഷമത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയി. അത് മാത്രമല്ല ഇപ്പൊ ബിൽഡിംഗ് കോൺട്രാക്ടിന് ഒത്തിരി പേര് പണിക്ക് പോകുന്നുണ്ട്, ഒരുപാട് പോകുന്നുണ്ട്. ഇവിടുന്ന് എറണാകുളം പോകുന്നുണ്ട്. ഇവിടെ കയർ പ്രോഡക്റ്റ് ഒക്കെ പണി ചെയ്യുമെങ്കിൽ ഡെയിലി അവർക്ക് 150 to 200 rupees ഉള്ള കിട്ടും. ഇപ്പൊ ബിൽഡിംഗ് പണി പോയെങ്കിൽ അവർക്ക് 300 350 കിട്ടുന്നുണ്ട്. അതേ നേരത്തിൽ ഇപ്പൊ നോക്കണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 4 months ലാസ്റ്റ് ഡിസംബറിൽ നിന്ന് നമ്മ സെൻസെക്സ് ക്രാഷ് ആകുമ്പോൾ എന്തായി കൺസ്ട്രക്ഷൻ പണി അത്ര നിന്നപ്പോ ആ സമയത്ത് അമ്മ പണി കൊടുക്കാൻ ഒത്തില്ല. ആണോ ആ സമയവും നമ്മൾ കയർ പണി നടക്കുന്നുണ്ട്. അഫക്ട് ആയില്ല ഈ ബിക്കോസ് വി ആർ ഓൾ ഡിപെൻഡ് ഓൺ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഹാസ് നോട്ട് ബീൻ recession. Normally ഇങ്ങനത്തെ ഫീൽഡ് ഒക്കെ യു ഡോണ്ട് ഹാവ് മച്ച് ഓഫ് ദി മാർക്കറ്റ് ഇമ്പാക്ട്. മാർക്കറ്റ് വന്നിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിൽ കാണും, അത് അത്ര കാണൂല. മീൻസ് സെൻസെക്സ് മാറി കാണൂല. അതന്നെ ഇപ്പൊ ടോട്ടലി അത് ഡൗൺ ആയത് IT ഇൻഡസ്ട്രിയും ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്കൊക്കെയാണ് ശരിക്കും നല്ലൊരു അടിയായി മാറിയത്. IT ഇൻഡസ്ട്രി ആൻഡ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി പിന്നെ എക്സ്പോർട്ടിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വോളിയം ഒക്കെ കുറവാവും ചെയ്തു. പക്ഷെ നിങ്ങളുടെ ഒക്കെ പറയുമ്പോൾ ഒരു ഗ്രാജുവൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു ബിസിനസ് ആണ്. അപ്പൊ അതിൽ വന്നിട്ട് അത്രയും ഒരു ഇത് ഉണ്ടാവില്ല. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ദിവസം തൊട്ട് ഇന്ന് വരെ നിങ്ങൾ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പൽ എന്താണ്? പ്രിൻസിപ്പൽ ഒന്നേ ഉള്ളൂ, മീൻസ് സർവ് മാൻ സർവ് ഗോഡ്.
Okay, serve and serve God. It's the main principle. Okay. ഞാൻ എൻ്റെ പണിക്കാരെ നോക്കാറില്ല. എൻ്റെ അടുത്ത് പാർട്ടി വന്നെങ്കിൽ പാർട്ടിയെ നോക്കാറില്ല. അവർ ജസ്റ്റ് കാഷ്വൽ അവർ ഫ്രണ്ട് ആയിട്ട് ബിലീവ് ചെയ്യും. ഒരു മുതലാളിയായിട്ട് ഞാൻ നോക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നത്. സോ ഭയങ്കര ദൈവവിശ്വാസിയാണല്ലേ? അതെ. അല്ലേ? ഏത് ദൈവത്തിനാണ് അധികം? നമ്മ കൂടുതൽ കുമ്പിടുന്ന അമ്പാലാണ്. ആക്ച്വലി വി ആർ ജെയിൻസ്. വി ബിലീവ് ഇൻ ലോർഡ് മഹാവീർ ആൻഡ് പാർശ്വനാഥ്. ആൻഡ് ആഫ്റ്റർ അങ്ങനെ പറഞ്ഞ ഹിന്ദു ഗോഡ് പറഞ്ഞെങ്കിൽ അമ്പാളാണ്. അപ്പൊ ദൈവം വന്ന് എല്ലാം സ്ട്രെങ്ത് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മ ആരെങ്കിലും ചതിച്ചിട്ടില്ല ഒരിക്കലും. ദാറ്റ്സ് വാട്ട്. നമ്മൾ ഒരാളെ ചതിക്കാണ്ടിരുന്നാൽ തന്നെ നമുക്ക് എല്ലാം നല്ലതേ വന്നു. ഒരിക്കലും വന്ന് ഒരു മനുഷ്യനെ വന്നിട്ട് ഏതൊരു രീതി കൊണ്ട് ചതിക്കരുത്. പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ എത്ര കൊല്ലങ്ങളായി? എന്റെ കല്യാണം 2 കൊല്ലമായി. 2 കൊല്ലമായിട്ട് ന്യൂലി മാരീഡ് ആണ്. ഓക്കെ. കുട്ടികളായ? ഇല്ലല്ല. ഓക്കെ. വൈഫ് എന്താ ചെയ്യുന്നത്? വൈഫ് ഹൗസ് വൈഫ്. നിങ്ങൾ അധികം ജോലിക്കൊന്നും അയക്കത്തില്ല? ആവശ്യമില്ല. പിന്നെ ഇവിടെ നിറയെ ജോലി കാണും. ലേഡീസ് വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കും, സൂപ്പർവൈസിങ് ചെയ്യും. അവർക്കും ടൈം പാസ് ആവുമല്ലേ. തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് ഒരു എക്സ്പോർട്ടിംഗ് ഓർഡർ വന്നിട്ട് അബ്രോഡ് കൺട്രീസിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ടോ? വന്നിട്ടുണ്ടോ? Actually, we are not dealing in any export because Indian market വലിയ മാർക്കറ്റാണ്. ഹാർവെസ്റ്റ് മാർക്കറ്റ്. ഹാർവെസ്റ്റ് ரொம்ப ലാവിഷാണ് മാർക്കറ്റ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ ചിലവില്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിൽ ഓട്ടോമാറ്റിക്കാக വന്നേക്കും. അപ്പോൾ ബിക്കോസ് ദ ക്ലൈമറ്റ് ഹാസ് ബീൻ ചേഞ്ച്. ഇപ്പോൾ ആന്ധ്രയിൽ മഴ പെയ്ഞ്ഞെങ്കിൽ തമിഴ്നാട്ടിൽ മഴ കാണൂല. അപ്പോൾ ആന്ധ്ര മഴ പെയ്ഞ്ഞെങ്കിൽ അവിടെ കണ്ടിപ്പായിട്ട് ഫുഡ് ഗ്രെയിൻസ് വേണം, കയറ് വേണം. അവിടെ ഫ്ലഡ് പ്രോബ്ലം വന്നെങ്കിൽ കയറ് വേണം, ആളുകൾ വിളിക്കാം. ഒരുപാട് ഇതില് ഏത് ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും സക്സസ്ഫുൾ ആയി. അതെ. So your market is not dependent on Tamil Nadu alone. No. Whole India. All over India. So ഇതിലെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നുള്ളത് എല്ലാ സ്റ്റേറ്റിലേക്കും നിങ്ങൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. Okay. Anyways, may God give you all strength and wealth to make this business a successful business throughout the years to come. എന്ന് പറഞ്ഞാൽ I'm just concluding this interview. Okay. Thank you so much for spending your time with us. I would like to thanks Kerala Vision to നമ്മളുടെ സ്ഥലത്ത് പറഞ്ഞ ഇത്ര ദൂരത്തിൽ നിന്ന് ഇവിടെ വരെ വന്ന് നമ്മളുടെ റോപ്സിൻ്റെ ഇരുന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു കമ്പനി ഇത്ര വലിയ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പിന്നെ നമ്മൾ എത്ര പബ്ലിഷ് ചെയ്യാറില്ല. പിന്നെയും കേരള വിഷൻ കേന്ദ്ര നമ്മ അമ്പാളെ കണ്ടിട്ട് വന്നത് കാരണം നമ്മ ഹെൽപ്പിന് താങ്ക് യു ഓൾ. സോ ഇത്ര നേരം ഈ ഇന്റർവ്യൂ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ കൗശൽ സാർ പറഞ്ഞത് വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ഒരു വാക്കാണ് പറഞ്ഞത്. റോപ്പ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥാപനം, ശരിക്കും ഒരു വലിയ സ്ഥാപനമാണ്, നല്ല സ്ഥാപനമാണ്. മാത്രമല്ല നല്ല ദൈവവിശ്വാസിയാണ്. ആരും ചതിക്കാണ്ട് ഹാർഡ് വർക്ക് കൊണ്ട് ഇന്ന് സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു ബിസിനസ് പേഴ്സൺ ആണ് അദ്ദേഹം. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഹാർഡ് വർക്ക്, പിന്നെ ഏതൊരു മനുഷ്യനും ചീറ്റിംഗ് ചെയ്യാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് ഇസ് എവറിബഡീസ് അച്ചീവബിൾ തിങ്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം തുടർന്ന് കാണുക. I'll meet you in the next fantastic episode. Until then, it's me Smita saying bye-bye.